ഈശോയെ, അങ്ങയുടെ ഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ മാസത്തിലെ ഓരോ ദിവസവും നിന്റെ സ്നേഹത്തെ പറ്റി ആഴമായി ധ്യാനിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ദിവസങ്ങളാണ്. അവിടുന്ന് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ, അഭിഷേകം തരണമേ ഈശോയെ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, മനസ്സിനെ ശാന്തമാക്കുന്നു ഈശോയെ. ആലസ്യങ്ങളെല്ലാം വെടിഞ്ഞ് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോയെ. മനസ്സിന്റെ മടുപ്പുകളെ മുഴുവനും മാറ്റണമേ ഈശോയെ. ശരീരത്തിന് മനസ്സിനും ഉണർവ് നൽകണമേ ഈശോയെ. നല്ല ഈശോയെ, ആത്മാവിന്റെ ഉണർവോടുകൂടി ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഈശോയെ. പരിശുദ്ധാത്മാവായ ദൈവമേ, സഹായക, ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ ആരാധനയുടെ ചുരുങ്ങിയ നിമിഷങ്ങളിലൂടെ ഒരാത്മാഭിഷേകത്തിനായി ദാഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈശോയെ നീ കനിവോടെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആത്മാവേ, വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. വരദാനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവേ, അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ഉണർവിന്റെ വരം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവ് ഉണരട്ടെ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മാവ് ഉണരട്ടെ. ആത്മാവേ, അവിടുത്തെ സഹായക ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈ ആരാധനയിലേക്ക് ശാരീരികമായും ആത്മീയമായും ഞങ്ങൾക്ക് ഉൾച്ചേരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതിന് തടസ്സമായിട്ടിരിക്കുന്ന ഏത് പ്രതിസന്ധികളെയും ആത്മാവേ, നിന്റെ അഭിഷേകത്താൽ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ പാടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സാധിക്കുന്നതോളം അവരവര് ആ
ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ ഹല്ലേലൂയ പാടി പ്രാർത്ഥിക്കുക. ആരെങ്കിലും കേൾക്കുമെന്ന് വിചാരിച്ചോ മടി വിചാരിച്ചോ ഒന്നും തമ്പുരാനെ വിളിക്കാതിരിക്കരുത്. ദൈവത്തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കാം. ആത്മാവ് ഉണരട്ടെ, അഭിഷേകം ഉണരട്ടെ, ഹൃദയത്തിന്റെ ആത്മാവിന്റെ നിറവുണ്ടാകട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ, എല്ലാ പ്രതിസന്ധികളും അഴിഞ്ഞു പോകട്ടെ. ഈ ദിവസത്തെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളുടെ മനസ്സിലുള്ള, ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള എല്ലാ നിയോഗങ്ങളെയും ഈ ആരാധനയുടെ മണിക്കൂറിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആത്മാവേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവ് ഉണരട്ടെ, ആത്മാവിന്റെ ഉണർവിന്റെ നിമിഷങ്ങളായിട്ട് ഈ നിമിഷങ്ങളെ മാറ്റട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകത്താൽ നിറയപ്പെടട്ടെ, അഭിഷേകത്താൽ നിറയപ്പെടട്ടെ, ആരാധനയാൽ നിറയപ്പെടട്ടെ, ആരാധനയാൽ നിറയപ്പെടട്ടെ, ആരാധനയാൽ നിറയപ്പെടട്ടെ, ആരാധനയാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയേ, ശാന്തമായി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലൊന്ന് മനസ്സും ശരീരവും സമർപ്പിച്ച് ഒന്ന് ശാന്തതയോടെ ആയിരിക്കുവാൻ ഞങ്ങളൊന്ന് ആഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയേ, ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായവനെ, പ്രിയമുള്ള സ്നേഹപിതാവേ, അങ്ങയെ അല്ലാതെ മറ്റാരെ ഞങ്ങൾ നേടണം? സ്വർഗത്തില് ഇരിക്കുന്ന അങ്ങയുടെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യത്തെ എന്നും ഞങ്ങള് ഓർത്ത് ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അങ്ങയുടെ നാമമല്ലാതെ മറ്റെന്തുണ്ട് ഞങ്ങൾക്ക് വിളിച്ച് അപേക്ഷിക്കുവാൻ? ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ, ഈ ലോകത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ അങ്ങയുടെ നാമമല്ലാതെ മറ്റെന്തുണ്ട് ഞങ്ങൾക്ക് ആശ്വാസത്തിനായിട്ട്? ഈ ലോകത്തിലും പരലോകത്തിലും ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവുമായിട്ടിരിക്കുന്നത് അങ്ങയുടെ നാമമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല തമ്പുരാനെ, നിത്യജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ, പിന്നെ ഞങ്ങൾ ആരുടെ പക്കൽ പോകണമെന്ന് ചോദിച്ച ശിഷ്യന്മാരെ പോലെ ഒത്തിരിയേറെ ദാഹത്തോടുകൂടി
പ്രതീക്ഷയോടുകൂടി ഈശോയുടെ തിരുസന്നിധിയിലെല്ലാം സമർപ്പിക്കണമെന്നുള്ള തീഷ്ണതയോടെ, ആത്മീയതയുടെ ദാഹത്തോടെ ഞങ്ങള് ഈ പ്രഭാതത്തില് ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥലങ്ങളില് ഈശോയെ അവിടുത്തെ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം ഈ ദിവസം പ്രത്യേകിച്ച് ഞങ്ങള് തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ഈ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച തിരുഹൃദയത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ഈ ആരാധനയുടെ നടുവിൽ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും ദൈവമേ അങ്ങയുടെ തിരുഹൃദയത്തോട്, ദിവ്യകാരുണ്യ സാന്നിധ്യത്തോട് ചേർന്ന് സമർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യേശ്വരേ, ദൈവകാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യനാകുന്നു. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ഓ ദിവ്യകാരുണ്യേശ്വരേ, മുറിയപ്പെട്ട അപ്പമാണ് നീ എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന്റെ മുമ്പിൽ, മുറിയപ്പെട്ട അപ്പത്തിന്റെ മുൻപിലായിരിക്കുമ്പോൾ മുറിപ്പെട്ട ഞങ്ങളുടെ മനസ്സുകളെ ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ആരാധനയില് അഭിഷേകത്തിനായി കൊതിച്ചിരിക്കുന്ന ഓരോ മനസ്സുകളിലും എവിടെയൊക്കെയോ മുറിവുകളിലൂടെ, സഹനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുന്ന മക്കളുടെ ജീവിതത്തിലേക്ക്, അങ്ങയുടെ പ്രിയപ്പെട്ട ദൈവജനത്തിന്റെ ജീവിതത്തിലേക്ക് കർത്താവേ നീ ഒരു സൗഖ്യമായി കടന്നു വരണമേ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥൻ മുറിയപ്പെട്ടതിന്റെ അനുസ്മരണത്തിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മുറിയപ്പെട്ട മനസ്സുകളെ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹം വേണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുമ്പോഴും സ്നേഹിക്കുവാൻ എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്ന് പറയുന്ന വേദനിക്കുന്ന മനസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും ഒന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന മനസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തില് ദൈവം കൂടെ നിർത്തിയ ജീവിത പങ്കാളിയും ദൈവം ദാനമായിട്ട് നൽകിയ മക്കളും കൊച്ചുമക്കളും ഒക്കെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളില് ജോലിക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും ഒക്കെ ആയിരിക്കുമ്പോൾ അവരവരുടെ സ്ഥലങ്ങളില് എല്ലാവിധ
സംരക്ഷണവും നൽകി. ഓരോ ദിവസങ്ങളിലും കേൾക്കപ്പെടുന്ന വാർത്തകള് വേദനിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന മനസ്സുകളെ വേദനിപ്പിക്കുന്ന മുറിപ്പാടുകളെ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ജീവിതത്തില് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തില് പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മുറിയപ്പെട്ട മനസ്സുകളെ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മക്കളെ ഓർത്ത് വിഷമിക്കുന്ന, മക്കളെ വിവാഹം ചെയ്ത് വിട്ടിട്ട് ആ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ അത്ര ശരിയായ രീതിയിൽ അല്ലാത്തതിനാൽ വിഷമിക്കുന്ന മുറിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ മനസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പഠനമൊക്കെ കഴിഞ്ഞിട്ടും ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളെ, മുറിയപ്പെട്ട മനസ്സുകളെ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, പല ദിവസങ്ങളായി, മാസങ്ങളായി രോഗികളായി കഴിയുന്ന മുറിയപ്പെട്ട മനസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗം കണ്ടുപിടിക്കുവാൻ പറ്റാത്തവണ്ണം ചില അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളുടെ മുറിയപ്പെട്ട മനസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചില രോഗങ്ങൾ മൂലം അവരെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളുടെ മുറിയപ്പെട്ട മനസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ആരാധനയില്, ഈ പ്രഭാതത്തിന് ദാഹത്തോടുകൂടി അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മനസ്സുകളിലെയും മുറിയപ്പെട്ട അവസ്ഥകളെ, ആരും അറിയാൻ പാടില്ലാത്ത ചില മുറിപ്പാടുകളെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, നീ ആ മുറിപ്പാടുകളിലെല്ലാം നിന്റെ സ്നേഹത്തിന്റെ തൈലം പൂശി അതിനെയെല്ലാം സംരക്ഷിക്കണമേ, സൗഖ്യമാക്കണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകുന്നു നാഥ, അരികിൽ വരേണേ, ഹൃദയം തൊടേണേ, സുഖമായിടും എന്റെ ആത്മം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്റെ ആത്മം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്റെ ആത്മം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്റെ ആത്മം. അരികിൽ നീ വരേണമേ ഈശോയേ, സദയം നീ മുറിപ്പാടുകളിൽ തൊടയണമേ ഈശോയേ. ദിവ്യകാരുണ്യനാഥ, മുറിയപ്പെട്ട് വേദനിക്കുന്ന, അസ്വസ്ഥമായിരിക്കുന്ന എല്ലാ മനസ്സുകളെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ നീ മനസ്സിലാക്കിക്കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയേ, നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാല് മുറിപ്പാടുകളിലേക്ക് ആത്മാവിന്റെ വർഷം ചൊരിയണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഓരോ മുറിപ്പാടുകളെയും ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചിട്ട് സദയം നീ തൊടണമേ എന്ന് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കുക. കൈകൾ യാതനാരൂപത്തിൽ പിടിച്ച്, ഈശോയെ, എന്റെ മുറിപ്പാടുകളെ, ആരോടും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള എന്റെ മനസ്സിന്റെ സഹനങ്ങളെ, എന്റെ ജീവിതത്തിന്റെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ജീവിത നിലപാടുകളെ, ശരീരത്തിന്റെ രോഗങ്ങളെ, മക്കളെ കുറിച്ചുള്ള ഓർമ്മകളെ, ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ഓർമ്മകളെ,
കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതകളെ ദിവ്യകാരുണ്യനാഥ നീ അരികിൽ വന്ന് സദയം തരണമേ എന്ന് എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് സദയം നീ തരണമേ, മനസ്സിൽ നീ വരണമേ ഈശോയെ. ദിവ്യകാരുണ്യ ഈശോയെ, സൗഖ്യം നീ തരണമേ. ഏത് കാര്യം ഈ സമയത്ത് നിങ്ങൾ ദിവ്യകാരുണ്യനാഥനോട് ചോദിക്കുന്നുവോ, മനസ്സിന്റെ ശാന്തതയ്ക്ക് വേണ്ടി ഒന്നും ശരിയാകുന്നില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ആ ചിന്തകളെ ഇതെന്ന് ശരിയാകും, എനിക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം, നന്നായിട്ടൊന്ന് ബലിയർപ്പിക്കണം, നന്നായിട്ടൊന്ന് ദേവാലയത്തിൽ പോയി ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ മനസ്സിന്റെ ദാഹങ്ങളെ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ പ്രത്യേക കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് ആത്മാവിന്റെ പോഷണമായി നൽകപ്പെടുന്ന ചെറിയ കാര്യങ്ങളിലൂടെയാണെങ്കിലും ദൈവമേ, നിന്റെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ആത്മാവിന്റെ ദാഹങ്ങളെ ശമിപ്പിക്കണമേ എന്ന് എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. വരുന്ന ആഴ്ച മുതല് ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയ്ക്കായി അണയുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യേക സാഹചര്യങ്ങളിലാണെങ്കിലും ഞങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ള പ്രതീക്ഷ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരാശ്വാസമായി തീരുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും അവിടുന്ന് നീ ഞങ്ങൾക്ക് തരണം ചെയ്യുവാനായിട്ടുള്ള കൃപ നൽകണമേ. സമൂഹത്തില് ഈ വൈറസ് രോഗത്തിന്റെ പ്രത്യേകമായിട്ടുള്ള വ്യാപനങ്ങൾ നടത്തപ്പെടുമ്പോൾ ദൈവമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ നാടും നഗരവും മുഴുവനും ഈ അതിന്റെ അങ്ങയുടെ സംരക്ഷണത്തിന്റെ വലയത്തിൽ ഉൾച്ചേർക്കുവാൻ അവിടുന്ന് കരുണയുണ്ടാകണമേ. ദൈവമേ, ഈ സാംക്രമിക രോഗത്തിൽ നിന്നും വിമുക്തി നേടുവാൻ, സംരക്ഷണം നേടുവാൻ ഈ ആരാധനയുടെ മധ്യേ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെയും ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളില് ഈ മാസം പ്രത്യേകം തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായിട്ടുള്ള തിരുഹൃദയ സംസ്കാരവും തിരുഹൃദയ സംരക്ഷണവും നൽകണമേ എന്ന് എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായി, അനുഗ്രഹത്തിനായി നാഥ ഞങ്ങൾ ശിരസ്സുകൾ നമിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. നാഥ, എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവനും ഞങ്ങളുടെ സർവസ്വവും സമർപ്പിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് വേണം. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈശോയെ, ആ ബോധ്യം ഹൃദയത്തിലാവോളം ആസ്വദിച്ച് അനുഭവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ വിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട അഭിഷേകം നൽകണമേ. ഞങ്ങൾ ഒന്നിച്ച് ബലിയർപ്പിക്കുമ്പോൾ മുറിയപ്പെട്ട അപ്പത്തോട് ചേർന്ന് ഞങ്ങളുടെ മുറിയപ്പെട്ട മനസ്സുകളെയും മുറിയപ്പെട്ട ജീവിതങ്ങളെയും ദിവ്യകാരുണ്യനാഥന്റെ ഈ ബലിയോട് ചേർന്ന് ഞങ്ങൾ സമർപ്പിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദവും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒട്ടുമേൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. ജീവൻ
ജീവൻ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമോടെ
സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സും സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംഭോജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. കർത്താവേ, രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരും സ്തുതിക്കും എന്നെന്നും. എന്റെ ആത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിയുവോളം ദൈവസ്തുതികൾ പാടിയിടും. അരജനിലോ നരപുരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവും അല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ.
നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂട് നിൽക്കുന്ന സമയം ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മാതപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞാൻ കൈകൾ കഴിയും നന്മനമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയും കീഴുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ഞങ്ങളുടെ ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരുമാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങളെ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ.
പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് സവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ സർവജനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും പ്രകടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന്റെ സവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ശ്രേഷ്ഠമായ ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി ആഗ്രഹിക്കുകയും ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ശ്രേഷ്ഠമായ മാർഗം കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും എല്ലാ രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും എനിക്ക് സർവജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എന്റെ സമ്പത്തെല്ലാം ദാനം ചെയ്താലും എന്റെ ശരീരം അഗ്നിഹരിയാകാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, ആരോടും വിദ്വേഷം പുലർത്തുന്നുമില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദിക്കുന്നു. സകലതും ക്ഷമിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതും സഹിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ നിന്നുപോകും, അറിവില്ലാതാകും. കാരണം നമ്മൾ ഭാഗികമായി അറിയുന്നു, ഭാഗികമായി പ്രവചിക്കുന്നു. എന്നാൽ പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പക്ഷേ പ്രായപൂർത്തിയായപ്പോൾ ഞാൻ ശിശു സഹജമായത് ഉപേക്ഷിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, ഇപ്പോൾ മുഖാമുഖം കാണും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെട്ട പോലെ തന്നെ അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ ഉത്കൃഷ്ടമായത് സ്നേഹമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയം മനത്താൽ
അവരോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അതിനുശേഷം ഈശോ നായീൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ യാത്ര ചെയ്തു. അവൻ നഗരകവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയൊരുവനെ ചിലർ അടുത്തുകൊണ്ടുവന്നത് കണ്ടു. അവൻ അമ്മയുടെ ഏകാപുത്രനായിരുന്നു. അവൾ വിധവയും. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടം അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് അനുകമ്പ തോന്നി കർത്താവ് അവരോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരിക്കുകയും സംസാരിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഈശോ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഭയമെല്ലാവരെയും ഗ്രസിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉയർന്നിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും സമീപ പ്രദേശങ്ങളിലും പരന്നു. ഇവനെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുവാൻ കർത്താവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? അവർ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന് ചോദിക്കുവാൻ യോഹന്നാൻ വാഗ്ദാന ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ആ സമയം ഈശോ അനേകം പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ അവരോട് മറുപടി പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സദ്വാർത്ത അറിയിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ അനുഗ്രഹീതൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മറ്റുള്ളവർക്ക് നന്മയുടെ തുറവിയിലേക്ക് നൽകപ്പെടുന്നതെല്ലാം സ്നേഹമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. പൗലോസ്ലിഹായുടെ ലേഖനത്തിലൂടെ സ്നേഹമാണ് ഉത്കൃഷ്ടം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഏത് കാര്യങ്ങളായാലും അതിൽ സ്നേഹമുണ്ടാകണമെന്നാണ് അർത്ഥമാക്കുന്നത്. സ്നേഹമില്ലാത്ത ഒരു പ്രവൃത്തിയും ഉത്കൃഷ്ടമല്ല എന്ന് ശ്രീകാരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ പ്രവൃത്തിയിലും സ്നേഹമുണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. സ്നേഹം എവിടെയുണ്ടോ അവിടെ സംതൃപ്തിയുണ്ട്. ഇപ്രകാരം മറ്റുള്ളവന്റെ സംതൃപ്തിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതെല്ലാം സ്നേഹമായിട്ട് തീരുവാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ചിലപ്പോൾ നമ്മുടെ മമതകൾ പോലും ഇഷ്ടങ്ങൾ പോലും സ്നേഹമായിട്ട് നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കും. തിന്മയിലേക്ക് ചായുന്നതൊന്നും സ്നേഹമല്ല, തിന്മ പുറപ്പെടുവിക്കുന്നതൊന്നും സ്നേഹമല്ല. കാരണം തിന്മ ഒരിക്കലും ദൈവത്തിൽ നിന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ നന്മകളുണ്ടോ അവിടെയെല്ലാം ദൈവസ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, പ്രവൃത്തിയിലും, നമ്മുടെ ഇടപെടലുകളിലുമെല്ലാം ഈ സ്നേഹം നിറഞ്ഞു നിൽക്കുവാൻ, ദൈവകൃപയിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹത്തിൻ്റെ പ്രവൃത്തി എവിടെയുണ്ടോ അവിടെ ദൈവിക സാന്നിധ്യമുണ്ട്. ദൈവിക സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്, സംതൃപ്തിയുണ്ട്. ഈ ലോക ജീവിതം സംതൃപ്തദായകമാക്കുവാൻ ഇതിൽ കവിഞ്ഞ് മറ്റൊന്നും നമുക്ക് വേണ്ട. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവീക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഔദാസ്യ ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിതരങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ രക്ഷിക്കാൻ കൃപയുണ്ടാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല. ഘോഷിച്ച സംഗീതങ്ങളോട് ചേർന്ന് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങിൽ ആശ്രയിക്കുവാൻ അനുതാപത്തോടും പ്രാർത്ഥനത്തോടും കൂടെ മാനസാന്തര വഴികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമെന്നും കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്നും വിനയപൂർവ്വം ഞങ്ങളെ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനം ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഒന്ന് കാരുണ്യാദ്രകത്താൽ തിരഞ്ഞെടുത്താൽ അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലമുരുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകികവുമായ സഭയുടെ മേൽ അവിടുത്തെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ നെടുമ്പാക ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാവരം അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യണം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തിക്കണം. ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൻ ശരണം മിശിഹാ കർത്താവിൻ
ആദി മുതൽ നീക്കുവാമി ദൈവത്തിന്റെ സ്നേഹിതന്മാരെ ഏകജാതനെ സ്നേഹിതരെ ലോകത്തിലെ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി മരിച്ച നീതിമാന്മാരുടെയും മൗഢം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ വർത്തമാ ശ്രീഹായുടെ ഓർമ്മ ശുദ്ധബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ ശരീരത്തിന്റെ സുദൃഢമായ ധാരണ ദൈവത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിനാഥനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനവരുടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സഭ്യത്തിന്റെ നൽകി. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. മത്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകളെ സഹിക്കുകയും സ്ത്രീയുമായി നിറയ്ക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഒന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തെ എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവെന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർവും നിത്യായുസ്സും ഞങ്ങളെ ഉൾപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിയും പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ചു ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയും ഈ ബലി നമുക്ക് സഹായിക്കണം, രക്ഷിക്കണം. സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടത നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനിടയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുക ഞങ്ങളെ സുഖരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹകന്യകളെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിലെ സമാധാനമുണ്ടാകും. വത്സരത്തിലെ വിവിധ കാര്യങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നദ്ധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായി
പിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലുയരട്ടെ വിചാരങ്ങൾ, ഉയരങ്ങളിലുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമയുടെ മാത്രമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമമല്ലാതെ ഞങ്ങളിൽ നിന്ന് സ്തുതിയുമല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പോഴ്ചയും വന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിനുള്ള സകലത്തെ ഇങ്ങനെയോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവന്റെ ആഗ്രഹം കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം ഉയർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ഗ്രഹന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയെ ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നല്ല കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവും അമർത്യമായ ശരീരത്തോടുള്ള പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിങ്ങൾ ജാതനായി നിയമത്തിന് അധീനരായവരെ തിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി നിർത്തുകയും ചെയ്തു. രക്ഷാകരമായ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താലേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ തന്മനമായ ദുഃഖങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപ
പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ആശയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനേ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുത്തു എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ഈ ദാസരിതായി ഇപ്പോൾ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സുഖീകരിക്കുകയും മൃതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ എന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യൻ സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാറിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തരമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വൃദ്ധങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും നിങ്ങളുടെ തിരുസന്നിധിയിൽ സ്ഥിതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ പാർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടിയും ഈ ദിവസത്തെ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും ദൈവമേ, യോഗ്യനായ കൃപാനയോടെ സ്വീകരിക്കണമേ. താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തം ഞങ്ങൾ അർപ്പിക്കുകയോ അമ്മയാദനത്തിൽ ദൈവമാതാവായ അങ്ങയുടെ തിരുസന്നിധിയിൽ സ്മൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അങ്ങ് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ഉപവാസികളെല്ലാവരും അറിയട്ടെ. നിലനിർത്താവും ദൈവവുമായ ജീവിതായകമായ സുവിശേഷം പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ
വേദഭാരതന്മാർ മദ്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നത് ശുദ്ധമാമദേശാണ് സജീവവും ജീവദായകമായ പരിശുദ്ധ കത്തോലിക്കാസുരസ്ഥാനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നേർഗുണത്തിന്റെയും ശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചിട്ടുള്ള മനുഷ്യർ പറയട്ടെ. താവേളിയവരും ബലഹീനരുമായ ദാസന് അങ്ങ് നൽകിയ മാതൃ പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാഥനും ചുണിബോധനസ്ഥലതയിൽ നിന്നു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംസിയായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും മഹനീയവും വൈവിധ്യവും പരിശുദ്ധവും ജീവിതവും ദൈവികവുമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. താവേ നിന്നെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ളവനെ പ്രത്യാശിക്കും എന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായുധവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ദുരിതം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവിതായവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാവോദനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങൾ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ഭാഗത ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. വിനതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോനിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ,
സന്നദ്ധയിൽ എപ്പോഴും നിർമ്മലാകൃതയിലും പ്രസന്നവദനും നിഷ്കളങ്കരമായ വ്യാപരിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കണമേ. നിങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് തന്നെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആവേശത്തിനായ ശ്രേഷ്ഠനായ ദൈവമേ, കൃപാവനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരണങ്ങൾ ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് സൈന്യത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരങ്ങളുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരനെ, സ്വർഗ്ഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ വിശയായി ഞാൻ ഭക്ഷ്യത്തിരിച്ചിരുന്നു. പാനം ചെയ്ത രക്തവും ഞാൻ ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും എന്റെ സന്നദ്ധയിൽ സന്ദർശിക്കുന്നതാകട്ടെ. സന്നദ്ധിന്റെയും നാഥായ ഞങ്ങളുടെ കർത്താവേ, വിശ്വാസവർഗ്ഗങ്ങളിൽ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളും ഭക്തിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായേ, നീ ദാസനെയും സത്താവിനെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളും നിർമ്മാർജ്ജനത്തെയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസം
സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപുരം ഞങ്ങൾക്ക് നൽകി. ദാനത്തെ കുറിച്ച് അങ്ങനെ മകനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ സുദൃഢവും പരിശുദ്ധവും ചെയ്തായ ദൈവികമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും പുറകിയ ആരാധനകൾ ക്ഷമിക്കുകയും ചെയ്തു. തങ്ങളിൽ നല്ല ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും സർവേശ്വരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ജീവൻ നൽകും ദൈവികമാം പരിപാവന ബലിവഴിയായി നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചെന്നു. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വകീയോസ്നം നഗരത്തിൽ മാലാഖമാരവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തലേരിലും നാഥൻ മരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യഹോവേ നന്ദി, കൃപയ്ക്കായി. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യഹോവേ നന്ദി, കൃപയ്ക്കായി. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യഹോവേ നന്ദി, നിത്യപുരവതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കുറിച്ചപ്പെട്ട കരങ്ങളെ വെള്ളിമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ അലയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ അഗ്നിയെ ഉപദ്രവത്തിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോക
സൗഭാഗ്യത്തിന്റെ ബോധവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെ വൈദിക ശുശ്രൂഷയെ സ്വീകരിക്കണമേ. വൈദ്യരുടെ ആജ്ഞയായ പരിശുദ്ധ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഫലമായി മാറ്റണമേ.